ഹലോ ഹലോ. അപ്പം എല്ലാവർക്കും റോസ് പെൻ വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കലാപരിപാടികളൊക്കെ തലേദിവസത്തെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു നെയിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോകാനായിട്ട് നെയിൽ ബൈ റീറ്റ നമ്മുടെ പലമ്പള്ളി നഗറിലെ ഒരു നെയിൽ ആർട്ടിസ്ട്രി ഷോപ്പിലാണ് പോയത്. അതിന് മുമ്പ് തന്നെ താഴെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഒരു കോഫിയൊക്കെ കുടിച്ചു. പാവൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ആ ഒരു മൊമെൻറ്റിലാണ് എനിക്ക് മാഗ്നറ്റിൻ്റെ നല്ലൊരു നെയിലാണ് അവർ ചെയ്തു തന്നത്. ആ ഒരു മൊമെൻറ്റിലാണ് പാവൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയുന്ന എനിക്ക് ചെറുതായിട്ട് വയ്യാണ്ടാവുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോവാം. ബിക്കോസ് അപ്പം ഞാൻ കരുതി പാവലിന് ട്രാഫിക്കിൻ്റെ ഇടയിൽ ട്രാവൽ ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കും. ഞങ്ങൾ നേരെ രാത്രി വീട്ടിലേക്ക് തന്നെ പോയി. അതിൻ്റെ റീസണാണ് ഈ വ്ളോഗ് ഇത്രയും വൈകാനുള്ള കാരണം, ഞാൻ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ടിടാനുള്ള കാരണം. കുറേയൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും അങ്ങനെ രാത്രിക്ക് രാത്രി പാവലിനെ ആസ്റ്ററിലേക്ക് കൊണ്ടുപോകേണ്ട സിറ്റുവേഷനാണ് ഉണ്ടായത്. കഴിഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. ഇതൊക്കെ ആയിരിക്കും റീസൺ എന്ന് കരുതുന്നു. ബട്ട് ദാറ്റ് വാസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അങ്ങനെ ഭയങ്കര ഭീകരമായ ലൂസ് മോഷൻ്റെ ഡീഹൈഡ്രേഷൻ്റെയും വകയിൽ അങ്ങനെ പോയി. 3 ദിവസം കഴിഞ്ഞ് എനിക്കും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വയ്യാണ്ടായി. അപ്പം 3 ദിവസം പാവൽ 3-4 ദിവസം ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം സീരിയസ് ആയിട്ട് വയ്യാണ്ടായത്. ലൂർദിൽ കൊണ്ടുപോയി, പിന്നെ അവിടെ നിന്ന് നേരെ ആസ്റ്ററിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുറേ ലൂർദിൽ കൊണ്ടുപോകാൻ കാരണം അവിടുത്തെ റെയിൽവേ ഗേറ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് എത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ലൂർദിൽ കൊണ്ടുപോയത്. പിന്നെ അവിടെ നിന്ന് ആസ്റ്ററിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം എൻ്റെ ഡാൻസ് ടീമിൻ്റെ മീറ്റപ്പ് ആയിരുന്നു. എനിക്കതിന് പോകാൻ പറ്റിയില്ല. ഞാൻ ആ മീറ്റപ്പ് വീട്ടിലിരുന്ന് കൂടേണ്ടി വന്നു. അങ്ങനെ 3-4 ദിവസത്തെ വയ്യായ്ക്ക് ശേഷം ക്രിസ്മസിൻ്റെ തലേന്നായി എന്നുള്ളതാണ്. അപ്പം ഒരാഴ്ച നല്ല രസമായിട്ട് തീർന്നു. അപ്പോഴും പുറത്തുനിന്നൊന്നും കഴിക്കാനൊന്നും പറ്റാതെ നല്ല ബുദ്ധിമുട്ടിലായിരുന്നു. എനിക്ക് പുറത്തുനിന്ന് തന്നെയല്ല, വീട്ടിൽ നിന്നും ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ വീട്ടിൽ ചെന്നാൽ കുടലും എന്താ പറയുക വാലും അങ്ങനെ പല രീതിയിലുള്ള ഫുഡ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ ഈ 1 വർഷം കാത്തിരുന്ന് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ അതൊന്നും നടക്കാതെ അവസാനം തിരിച്ചു പോരുന്നതിൻ്റെ ഒരു 2 ദിവസം 3 ദിവസം മുമ്പാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റിയത്. ശരിക്കും ഒന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയത്. ബിക്കോസ് എനിക്ക് 2 വായ വെച്ച് കഴിയുമ്പോൾ എൻ്റെ അപ്പറ്റീറ്റ് തീർന്നു പോകുമായിരുന്നു. ഗ്യാസ്ട്രിക് പ്രോബ്ലം അതും ഇതും. ആൻറ്റിബയോട്ടിക്സിലായിരുന്നു ഞങ്ങൾ 2 പേരും. എനിക്ക് 7 ഡേയ്സും പുള്ളിക്ക് 5 ഡേയ്സ് ആൻറ്റിബയോട്ടിക്സും ആയിരുന്നു. അങ്ങനെ അത് തന്നെയല്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ പുള്ളിയുടെ കൂടെ ശുശ്രൂഷിക്കാൻ നിന്ന് എൻ്റെ അവസ്ഥയായിരുന്നില്ല 3 ദിവസം കഴിഞ്ഞ അവിടെ നേഴ്സുമാരും ഡോക്ടേഴ്സും എന്നെ കണ്ടത്. എന്നെ ഒന്ന് രക്ഷിക്കൂ എന്നുള്ളൊരു കരച്ചിലും. പനിയില്ലെങ്കിൽ ഞാൻ കിടന്ന് വിറയ്ക്കുമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങൾ, അതായത് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളാണല്ലോ എപ്പോഴും അവിടെ അപ്പ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇടുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും നാട്ടിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു ക്രിസ്മസ് ഷോപ്പിൽ പോയി. മേത്തർ ബസാറിൽ ക്രിസ്മസ് മാർക്കറ്റിൽ ഞങ്ങൾ പോയില്ല. ബിക്കോസ് ഇങ്ങനെ മുട്ടി നടക്കുന്ന തിരക്കായതുകൊണ്ട്. ഇപ്പം അസുഖങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആൻറ്റിബയോട്ടിക്സിലായിരുന്നത് കൊണ്ടും ഞങ്ങൾ മേത്തർ ബസാറിൽ പോയില്ല. പിന്നെ അവിടെ നിന്ന് വലിയ കാര്യത്തിനൊന്നും മേടിച്ചില്ല. ഒരു ഗാർലൻഡ് മാത്രമേ മേടിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സെൻട്രൽ സ്ക്വയറിലേക്ക് പോയി. കുറച്ച് കാര്യങ്ങൾ റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ഷോപ്പിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ സെൻട്രൽ സ്ക്വയറാണ് ഇപ്പം ലുലുവിനേക്കാളും ഞങ്ങൾക്ക് പോകാനായിട്ട് മോർ കംഫർട്ടബിൾ. ബിക്കോസ് നമ്മൾ ലുലുവിൽ പോവും തീർച്ചയായിട്ടും. ഞാനൊരു 5 പ്രാവശ്യമെങ്കിലും പോയായിരുന്നു ഈ വയ്യായിക കഴിഞ്ഞ്. പക്ഷേ സെൻട്രൽ സ്ക്വയർ തൊട്ടടുത്താണ്, അതുകൊണ്ട് ഞാൻ അവിടെ പോയി. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആശയും ഞാനും പാവലും ആശിഷും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച്. പിന്നെ ആശിഷും പള്ളിയിൽ പോയ സമയത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഇവിടുത്തെ സ്വിറ്റ്സർലൻഡിലെ ഒരു സ്റ്റുഡൻറ്റിന് നാട്ടിൽ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നാട്ടിലുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ധൃതി പിടിച്ച് എൻ്റെ അമ്മയെ കൊണ്ട് ഒരു കാര്യം സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് ഞാനും പാവലും കൂടി വേഗം അവിടെ കല്ലൊക്കെ പിടിപ്പിച്ച് സ്റ്റോൺസൊക്കെ പിടിപ്പിച്ചിട്ട് അയക്കാനുള്ള പരാക്രമത്തിലായിരുന്നു ഒരു രാത്രി കൊണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആഷിയയും ആശിഷും കൂടി ഗാർലൻഡ്സിൻ്റെ കുറച്ചും കൂടി കളക്ഷൻസ് കിട്ടുമെന്ന് അറിയാൻ മേത്തർ ബസാറിൽ പോയി. പിന്നെ ഞങ്ങൾക്ക് പുൽക്കൂട് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനും കൂടി പോയി. പിന്നെ അന്ന് നമ്മൾ കിടന്നുറങ്ങി ഒത്തിരി രാത്രിയായി. പിറ്റേ ദിവസം എനിക്ക് ബ്ലൗസ് എടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ഞാനും പാവലും കൂടെ കല്യാൺ സിൽക്സിൽ പോയിട്ട് എനിക്ക് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എടുക്കണമായിരുന്നു. അത് വേഗം അരുണിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുപ്പിച്ചതിന് ശേഷം നേരെ എന്താ പറയുക അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾക്ക് കുറച്ച് ലൈറ്റ്സ്, അപ്പയുടെ 2-3 ലൈറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അതും മേടിച്ച്
എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതും മേടിച്ചിട്ട് ഞങ്ങൾക്ക് പിന്നെയും സെൻറ്റ് സ്ക്വയറിൽ പോയിട്ടൊരു കോഫി കുടിക്കണമായിരുന്നു. അപ്പം ഞങ്ങളെപ്പോൾ പോയാലും അവിടെ ഒരു മെഷീൻ കോഫി നമുക്ക് അങ്ങനത്തെ കിട്ടുമല്ലോ, ബ്രൂയിങ് കോഫി കിട്ടുമല്ലോ. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി കോസ്റ്റയിൽ കയറി ഒരു കാപ്പി കുടിച്ചു. ആൻഡ് ദെൻ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് എനിക്കൊരു ഇവൻ്റ് ഉണ്ട് ഇവിടെ സ്പെഷ്യലായിട്ട്, അത് കാണും നിങ്ങൾ സൂൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനിങ് കാര്യത്തിലേക്ക് ഒരു ഷോപ്പിൽ പോയി ഡിസൈനറിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് തിരിച്ച് നമ്മൾ പോയത് എവിടേക്കാണ്? ലുലു മോൾ. അങ്ങനെ ഈ വെക്കേഷൻ്റെ ആദ്യത്തെ ലുലു മോൾ സന്ദർശനമായിരുന്നു. അയ്യോ ഓക്കെ ബാബിൾറ്റോ. Nice breeze. It is very fresh weather. I like this plant. Hope it's not all of our plants gonna die. I need to retire first. thick leaves. അപ്പനെ പോളങ്ക വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ, പോളങ്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. Yeah, you do. Don't. Next set. I need to wait for Appa. ഫുഡൊക്കെ ഓർഡർ ചെയ്യണ കാര്യം ചോദിക്കാൻ. ആ The instructions. Yeah, but this is not house, it's apartment. ഞങ്ങളുടെ വീട്ടിലെ ഒരു ട്രഡീഷനാണ്, എല്ലാ വർഷവും ഒരു ക്രിസ്മസിന് 2-3 ദിവസം മുമ്പ് അപ്പ ഫുൾ വീട് ഡെക്കറേറ്റ് ചെയ്യും. ആ പരിസരത്തെ ഏറ്റവും ഡെക്കറേഷനുള്ള വീട് നമ്മുടെ ആയിരിക്കും. അത് പഴയ കാലം തൊട്ടേ അത് അപ്പയ്ക്ക് തന്നെ ഇടണം. ഇപ്പോഴത്തെ കാലത്ത് പുറത്തുനിന്നൊക്കെ ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കുമെങ്കിലും അപ്പയ്ക്ക് തന്നെ ഇടണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ഇപ്രാവശ്യം അതിന് പാവലും കൂടി. ലാസ്റ്റ് ഇയർ ആക്ച്വലി ബാലിയിൽ നിന്ന് ഞങ്ങൾ വന്നതുകൊണ്ട് 1 ദിവസം മുമ്പാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് തന്നെ അധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം പാവലും കുറച്ച് കാര്യങ്ങളിൽ കൂടി മെജോറിറ്റി അപ്പം തന്നെയാണ് ചെയ്തത്. പക്ഷേ വീടിൻ്റെ ഉള്ളിലെ ഡെക്കറേഷൻ ഇപ്രാവശ്യം ആശയുടെ നേതൃത്വത്തിൽ ആണ് നടന്നത്. പാവൽ എല്ലാത്തിനും ചെയ്തു കൊടുത്തു. ആശിഷിന് ജോലിയായിരുന്നു. അപ്പോൾ അവർ മേടിച്ച ഗാർലൻഡ്, നമ്മൾ മെയിനായിട്ട് ആ ഷോപ്പിൽ നിന്ന് മേടിച്ച ഗാർലൻഡ് ഡോറിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കി മേത്തർ ബസാറിൽ നിന്നൊക്കെ മേടിച്ച ഗാർലൻഡ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ വെച്ചു. അങ്ങനെ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ പള്ളിപ്പെരുന്നാളിലാണ് ഇവിടെ അത് അഴിച്ചു മാറ്റുന്നത്. പള്ളിപ്പെരുന്നാൾ ഇപ്രാവശ്യം ലേറ്റ് ആയതുകൊണ്ട് അപ്പം നേരത്തെ കുറേ കാര്യങ്ങൾ അഴിച്ചു. ബിക്കോസ് പാവലും കൂടി ഉണ്ടാവുമല്ലോ, അപ്പം കുറച്ച് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ തലേദിവസം രാത്രി നല്ല രീതിയിൽ ഇവിടെ മൊത്തം സാധനങ്ങളായിരുന്നു 2-3 ദിവസം. അപ്പം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫോർ അപ്പ ഞാൻ കഴിഞ്ഞ വർഷത്തെ വ്ളോഗിലും പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കൊണ്ടുപോയ സാധനങ്ങൾ ഇന്നും സൂക്ഷിച്ച് വെച്ച്, പിന്നെ എല്ലാ വർഷവും ഞാൻ അപ്ഡേറ്റ് ചെയ്യും, അതൊക്കെ സൂക്ഷിച്ച് വെച്ച് വളരെ കൃത്യമായി ഒന്നും പറ്റാതെ എടുത്ത് ഒരു കളർ പോലും മങ്ങാതെ എടുത്ത് വയ്ക്കുന്നതാണ് അപ്പയുടെ ലക്ഷ്യം. അതായിരിക്കുന്നത് അപ്പയുടെ സെക്കൻഡ് ലാസ്റ്റ് ബ്രദറാട്ടോ പോളങ്കൾ. എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലുണ്ടാവും. ബിക്കോസ് അപ്പയുടെ നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ അല്ലേ, അപ്പയുടെ റൈറ്റ് ഹാൻഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പയുടെ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും, പിന്നെ ഞങ്ങൾ ഇട്ടവർ തന്നെ ഞങ്ങൾ കയറി ഇങ്ങനെ അങ്ങ് കാണും, ഇങ്ങനെയാണ് ആ വീട്ടിരിക്കുന്നതെന്ന്. ഇങ്ങനെയാണ് ഗേൾസ്, ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്ക് സിംഗിൾ കളറാണ് ഇഷ്ടം, പക്ഷെ അപ്പയ്ക്ക് കുറേ കളേഴ്സൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അങ്ങനെ ആ പരിസരത്ത് ഇത്രയും ഡെക്കറേഷനുള്ളൊരു വീട് നമ്മുടെ തന്നെയായിരുന്നു. അപ്പം എത്ര വയ്യായികയായിരുന്നെങ്കിലും എനിക്ക് ഗ്യാസിൻ്റെയൊക്കെ നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ആ വീടിന് ചുറ്റും നടക്കുമായിരുന്നു വയറുവേദനയായിട്ട്, ലേറ്ററി ആൻറ്റിബയോട്ടിക്സ് ഫേസിൽ. പക്ഷെ എന്നാലും ഇതൊക്കെ കാണാനും ഇതൊക്കെ എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയതിൽ ദൈവത്തിന് നന്ദി. കാര്യം അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്മസും കൊളായി പോയാനേ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയായി. ബിക്കോസ്
ഇനി കുക്കിങ്ങും കാര്യങ്ങളുടെ ആയിട്ടൊക്കെയുള്ള വീഡിയോസൊക്കെ നെക്സ്റ്റ് ഡേയ്സിൽ വരും. പക്ഷേ ഈ വ്ളോഗ് വൈകാനുള്ള കാരണം ഇത് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പിന്നെ ആകെ ഒരാഴ്ചയാണ് നമ്മൾക്ക് കിട്ടിയത് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഇപ്പോഴാണ് ഇടുന്നത് സ്വിറ്റ്സർലൻഡിൽ വന്നതിന് ശേഷം. ബെയർ വിത്ത് മീ ആൻഡ് എൻജോയ് ഓൾ ദ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.